ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു മനുഷ്യനും അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. ഇതിനകത്ത് അവൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട പല ആഗ്രഹങ്ങളും ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ആഗ്രഹങ്ങളാണ് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ പ്രായത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അതിനകത്തുനിന്ന് കിട്ടുന്ന സംതൃപ്തിക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ സംതൃപ്തി കിട്ടാതെ വരുമ്പോൾ സ്ത്രീ പങ്കാളി കാണിക്കുന്ന ചില ലക്ഷണത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ വിചാരങ്ങൾക്കനുസരിച്ച് ആഗ്രഹങ്ങൾക്കും മാറ്റം ഉണ്ടാവും. ആരോഗ്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച് അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ലൈംഗികത ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് സംതൃപ്തി കൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. നമുക്കെല്ലാവർക്കും അടിസ്ഥാനപരമായ ഒരു റിലാക്സേഷൻ വേണം. അത് എല്ലാ ദിവസവും വേണമെന്നില്ല, ചില ദിവസങ്ങളിൽ ശരീരം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടി മാത്രമല്ല കേട്ടോ. ഈ സമയത്ത് സന്തോഷത്തിൻ്റെതായ പല ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ പോലുള്ള സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്കും ആവശ്യമാണ്. എന്നാൽ ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കിതിനകത്തൊരു സംതൃപ്തി സാഹചര്യവശാൽ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അവരറിഞ്ഞോ അറിയാതെയോ പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ എനർജറ്റിക് ആക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കുറേ എനർജി കിട്ടുന്ന കാര്യമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഫിസിക്കൽ ബോഡിയിൽ മാത്രമല്ല, മെൻ്റൽ ബോഡിയിലും അതിൻ്റേതായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് രണ്ട് ബോഡിയുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഇത് ശരിയായ സമയത്ത് ശരിയായ അളവിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു നിരാശ തോന്നും. എന്ത് കരുതി എല്ലാവർക്കും ഇത് എല്ലാ ദിവസവും വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിനകത്തൊരു ഗ്യാപ്പുണ്ട്. എന്നുവെച്ചാൽ ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ചെയ്യും. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ആരോഗ്യം, ബുദ്ധി, സാഹചര്യം, ലൈഫ് സ്റ്റൈൽ, ഹോർമോണിൻ്റെ പ്രവർത്തനം ഇതൊക്കെ വെച്ച് വ്യത്യാസപ്പെട്ടിരിക്കുവാണ്. ചിലർക്ക് 2-3 ദിവസം കൂടുമ്പോൾ മതി, ചിലർക്കാണെങ്കിൽ ആഴ്ചയിൽ 1 മതി. ഇനി ചുരുക്കം ചിലരുണ്ട്, അവർക്ക് ഡെയിലി വേണം. ഇതിനകത്ത് ശരിക്കും എൻജോയ് ചെയ്യുന്നവർക്ക് പറയാൻ പറ്റും എത്ര മണിക്കൂറാണ് അവരുടെ ഗ്യാപ്പെന്ന്. ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ സിസ്റ്റമാണ് നമ്മളെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം നന്നായിട്ട് വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കിട്ടിയാൽ സന്തോഷം തോന്നത്തില്ലേ? ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിലോ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും കിട്ടും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യവും. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടാതെ വരുമ്പോൾ വല്ലാത്തൊരു മൂഡ് ഓഫാണ്. തന്നെയല്ല, വല്ലാത്തൊരു പിരിമുറുക്കം, ടെൻഷൻ, ഒരു റിലാക്സേഷൻ ഇല്ലായ്മ ഒക്കെ അനുഭവപ്പെടും. എന്ന് കരുതി ഇതൊരു ടെൻഷനാണെന്നൊന്നും സാധാരണ ആരും ആരോടും പറയാറില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിനകത്തുള്ള അസംതൃപ്തിയെ പല മേഖലയിലേക്കും ഡൈവേർട്ട് ചെയ്ത് വിടാറുണ്ട്. കൂടുതലും ആൾക്കാരും ഇത് ഡൈവേർട്ട് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനും ചിന്തിക്കാനുമായിരിക്കും. എന്നാൽ ചില ആൾക്കാരുണ്ടല്ലോ, ഇത് പോസിറ്റീവായിട്ടുള്ള രീതി തിരിച്ചു വിടാറുണ്ട്. എന്നുവെച്ചാൽ ഈ ഊർജ്ജത്തെ അവർ മറ്റ് പല പോസിറ്റീവായിട്ടുള്ള എനർജിയാക്കി മാറ്റും. പക്ഷേ എല്ലാവരെ കൊണ്ടും അത് പറ്റത്തില്ല. അതിൻ്റേതായിട്ടുള്ള സാഹചര്യം വേണം, മനസ്സും വേണം. എന്നുവെച്ചാൽ ഇതുപോലെ ത്രില്ലും റിലാക്സേഷനും കിട്ടുന്ന മറ്റെന്തെങ്കിലും കാര്യത്തിൽ ആ വ്യക്തി ഇടപെടണം. എങ്കിൽ മാത്രമേ അത് ബാലൻസ് ചെയ്യത്തുള്ളൂ. ചിലരെ സംബന്ധിച്ച് ഇത് ഏറ്റവും അടുത്തിരിക്കുന്നവരോട് ദേഷ്യമായിട്ട് മാറും, അല്ലെങ്കിൽ ഉത്കണ്ഠയായിട്ട് മാറും. അതുപോലെ ഇതിനോടുള്ള പ്രതീക്ഷ തന്നെ ഇല്ലാതെ വന്ന് സ്വന്തം ശരീരത്തെ സൂക്ഷിക്കുകയും ഭംഗിയാക്കുകയും ചെയ്യണമെന്നുള്ള ആ ഒരു ചിന്ത പോലും ഇല്ലാതെ വരും. കാരണം എപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ച് ലൈംഗികതയും സൗന്ദര്യ സംരക്ഷണവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്നുവെച്ചാൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇതിനോടൊരു പ്രതീക്ഷ വേണം. എന്ന് കരുതി ഇത് ചെയ്യാത്തവരെ സംബന്ധിച്ച് അവരെല്ലാവരും എന്നും ദുഃഖിതരാണെന്നോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് നടക്കുകയാണെന്നോ അല്ല പറയുന്നത് കേട്ടോ. പക്ഷേ ഇത് ആരോഗ്യകരമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി പങ്കാളി ഇല്ലെങ്കിലും സ്വയം ചെയ്താലും ഈ പറയുന്ന സംതൃപ്തിയൊക്കെ കിട്ടും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഒരു 10 മിനിറ്റകം വരുന്നെന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുന്നു. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഏതൊക്കെയോ രീതിയിൽ ആ വ്യക്തിയെ സ്വീകരിക്കാൻ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ തയ്യാറെടുക്കും അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മളെ ശ്രദ്ധിക്കാൻ ആരും ഉണ്ട് എന്നൊരു ഫീൽ അവിടെ വരുവാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ, ഒരു പക്ഷേ അത് നിങ്ങളുടെ പങ്കാളിയാകാം, നിങ്ങളെ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കരുതാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ആരാധിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മെച്ചപ്പെടും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കും. എന്നുവെച്ചാൽ നിരന്തരം നമ്മൾ മെച്ചപ്പെടാനുള്ളൊരു ഊർജം നമ്മളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരാളില്ലാത്തവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തവരെ സംബന്ധിച്ച് ആ സ്വയം മെച്ചപ്പെടാനുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഊർജം അവർക്ക് കിട്ടാതെ വരും.
ഇനി മറ്റ് ചിലരെ സംബന്ധിച്ച് അവർക്കിത് ആരോടും പ്രകടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദനകളായിട്ട് വരാം. ജോയിൻറ്റ് പെയിൻ, മസിൽ പെയിൻ, അതുപോലെ തന്നെ വല്ലാത്ത ക്ഷീണം, ചിലപ്പം ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത ആകെ ഒരു ബോറിംഗ് ലൈഫ്. കാരണം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തെ, നെർവസ് സിസ്റ്റത്തെ, അതുപോലെ ബ്ലഡ് വെസൽസിനെയൊക്കെ നന്നായിട്ട് ഉണർത്തുന്ന കാര്യമാണ്. ചിലരെ സംബന്ധിച്ച് ഈ ഒരു സാഹചര്യത്തിൽ അവർ പുരുഷനോട് സംസാരിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു, അവരുടെ സാന്നിധ്യം കൊതിക്കുന്നു, അവരെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. ഇനി സാഹചര്യമില്ലെങ്കിൽ അതുണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നു. അതുപോലെ ചില പങ്കാളികളുടെ ഇടയിൽ ഇത് തീരെ ഇല്ലാതാവുകയാണെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് ഒരകൽച്ച ഫീൽ ചെയ്യുന്നു. പക്ഷേ സാഹചര്യം കൊണ്ട് പുറമേ അങ്ങനെയൊന്നും കാണിക്കണമെന്നില്ല. യഥാർത്ഥത്തിൽ പ്രകൃതി ഇങ്ങനൊരു കാര്യം നമുക്ക് ഒരുക്കിയിരിക്കുന്നതിൻ്റെ പിന്നിൽ കുറേ ഉദ്ദേശങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുക, കെയർ ചെയ്യുക, നമ്മുടെ ശരീരം എന്താണോ ചില സമയത്ത് ആവശ്യപ്പെടുന്നത് അത് കുറച്ചൊക്കെ പരിഗണിക്കുക. അതല്ല നമ്മുടെ വികാരങ്ങളെ ശ്രദ്ധിക്കാതെ എപ്പോഴും വിചാരം മാത്രമാണെങ്കിൽ ചില സന്തോഷകരമായ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.